കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ നമ്മളൊക്കെ അനുഭവിച്ചറിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം, ലോകം മുഴുവനും നിനക്കെതിരായിട്ടാണ് നിൽക്കുന്നതെന്ന്. ദൈവമക്കളെ, മാറ്റമില്ലാത്ത ഒരു ദൈവം നമ്മുടെ കൂടെയുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ദൈവവചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ദൈവം തെരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ദൈവമക്കളെ ആരാണ് നമുക്ക് എതിരായിട്ട് നിൽക്കുന്നത്? ഒരുപക്ഷെ ഈ ലോകത്തിൻ്റെ പല ശക്തികളും നമുക്കെതിരായിട്ട് കടന്നു വന്നാലും മക്കബാരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട് മക്കളെ. ഒരുപക്ഷെ മാതാപിതാക്കന്മാർ നിന്നെ തള്ളിക്കളഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ സഹോദരങ്ങൾ നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരിക്കാം. നീ ഉറ്റമെന്ന് വിചാരിച്ച നിൻ്റെ സുഹൃത്തുക്കൾ നിന്നെ അറിയില്ല എന്ന് പറഞ്ഞ് നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിച്ചിട്ടുണ്ടായിരിക്കാം, പരിഹസിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ദൈവം പറയുകയാണ്, ലോകം മുഴുവനെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിവുള്ള ഒരു ദൈവം മക്കളെ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ദൈവമക്കളെ ജോബിൻ്റെ പുസ്തകത്തിൽ 42-ാം അധ്യായത്തിൽ ജോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, അങ്ങേക്കെല്ലാം സാധ്യമാണെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശത്തെ ആർക്കും തടസ്സപ്പെടുത്താൻ പറ്റുകയില്ല എന്ന് ഞാൻ അറിയുന്നു. മക്കളെ, നമ്മൾ കടന്നു പോകുന്ന വഴികൾ ദുർഘടമായിരിക്കാം, പക്ഷേ ആ ദുർഘടമായ സാഹചര്യങ്ങളിലേക്ക് കടന്നു വന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വഴികൾ തുറന്നു തരുന്ന ഒരു കർത്താവ് നമുക്കിടെയുണ്ട്. ആ ദൈവമായ കർത്താവ് നമ്മളോട് പറയുകയാണ്, ഇത് ആർക്കും പൂട്ടാനാവാത്ത വിധം, ഈ ലോകത്തിലെ ഒരു തിന്മയുടെ ശക്തിക്കോ അടയ്ക്കാനോ തുറക്കാനോ പറ്റാത്ത രീതിയിൽ തുറന്നെടുക്കുന്ന ഒരു വാതിൽ നിനക്ക് മുമ്പിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് വെളിപാടിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 7-ാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ മക്കളെ, അവിടുന്ന് പറയുന്നവ നിറവേറ്റുക തന്നെ ചെയ്യുന്നവനാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതിന് കൂടുതൽ, ചോദിക്കുന്നതിന് കൂടുതൽ തന്നെ ചെയ്തു തരാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഒരുപക്ഷെ മരുഭൂമി അനുഭവത്തിലൂടെ മകളായിട്ട് നീ കടന്നു പോകുമ്പോഴും ദൈവമക്കളെ, ചെങ്കടലിന് പാത ഒരുക്കിയത് ചെങ്കടലിനെ മാറ്റിക്കൊണ്ടല്ല, ആ ചെങ്കടലിനെ നിർത്തിക്കൊണ്ട് തന്നെയാണ് ദൈവമായ കർത്താവ് പാത ഒരുക്കിയത്. ഇതുപോലെ നിൻ്റെ ജീവിത പ്രശ്നങ്ങളിൽ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ, ആ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ദൈവമായ കർത്താവ് നിന്നെ ഉയർത്താൻ കഴിവുള്ളവനാണ്. ആ ദൈവം നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്തുകൊള്ളും, നീ ഭയപ്പെടാതെ ദൈവമായ കർത്താവിൽ ഉറച്ച് വിശ്വസിക്കുക, ഉറച്ചു നിൽക്കുക. ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതമാകുന്ന നൗക അത് ദൈവത്തിൻ്റെ വചനത്തിൽ പരിപൂർണമായിട്ടും വിശ്വസിച്ച് ആഴമായിട്ട് വേരൂന്നിരിക്കുന്നതാണെങ്കിൽ തമ്പുരാൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് മാത്രമാണ്. അവൻ ആഴത്തിൽ വെള്ളത്തിലേക്ക് അവൻ്റെ വേരുകൾ ഊർന്നിരിക്കുന്നു. ഇതാണ് പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തെ ആശ്രയിക്കുന്ന, ദൈവത്തെ നോക്കി യാത്ര ചെയ്യുന്ന ഒരു മകനെ, ഒരു മകളെ ആർക്കും ഈ ലോകത്തിൽ ഒരാൾക്ക് പോലും തകർക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് യെശയ്യാ പ്രവാചകൻ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 54-ാം അധ്യായത്തിൽ 17-ാം തിരുവചനം, നിന്നെ ഉപദ്രവിക്കാനുണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല, നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെ കർത്താവ് ഖണ്ഡിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ചിന്ത കൊണ്ട്, അല്ലെങ്കിൽ നിനക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന ഓരോ മകനെ മകളെ അനുഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുന്ന കർത്താവ് നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നിന്നെ അനുഗ്രഹിക്കും. നീ വിശ്വസിക്കണം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക, ഈശോയിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ, നമ്മൾ അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മുടെ ഉത്കണ്ഠകൾ ദൈവത്തിലേക്ക് പരിപൂർണമായിട്ട് അർപ്പിക്കാനാണ് ഈശോ നമ്മളോട് പറയുന്നത്. നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുവാനാണ് കർത്താവ് പറയുന്നത്. മക്കളെ, നമുക്ക് സൗഖ്യേശ്വരൻ്റെ ജീവിതത്തിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വലിയൊരു സത്യമുണ്ട്. കാണാൻ ആഗ്രഹിച്ചു, ആ ആഗ്രഹം പരിശ്രമമായിട്ട് കടന്നു വരികയാണ്. ആ പരിശ്രമവും ആഗ്രഹവും ഈശോ കണ്ട്, പ്രിയപ്പെട്ട മക്കളെ, ഈശോ സക്കേവൂസിൻ്റെ ജീവിതത്തിലേക്ക്, സക്കേവൂസ് നിന്ന സ്ഥലത്തേക്ക് കടന്നു വന്നിട്ട് പേര് ചൊല്ലി വിളിക്കുകയാണ്.
പേര് ചൊല്ലി വിളിക്കുക മാത്രമല്ല പ്രിയപ്പെട്ട മക്കളെ ചെയ്ത്, മറിച്ച് പേര് ചൊല്ലി വിളിച്ച് ആ ഭവനത്തിലേക്ക് കടന്നു വന്നു. ആ ഭവനത്തിന് മുഴുവനും രക്ഷപ്രദാനം ചെയ്ത് ലോകത്തിൻ്റെ മുന്നിൽ ചരിത്ര പുസ്തകത്തിൻ്റെ താളുകളിലേക്ക് ആ മകനെയും കുടുംബത്തെയും ദൈവമായ കർത്താവ് കൂട്ടിക്കൊണ്ടുവരികയാണ്. ഇതാണ് മക്കളെ നമ്മുടെ ക്രിസ്തു എന്ന് പറയുന്നത്. അവിടെ തള്ളിക്കളയുകയില്ല, മാറ്റി നിർത്തുകയില്ല, മറിച്ച് എല്ലാ മേഖലകളിലേക്കും നിന്നെ ശക്തിപ്പെടുത്തുന്ന ലോകം ദുർനടപ്പുകാരി എന്ന് പറഞ്ഞവളെ ചരിത്ര പുസ്തകത്തിൻ്റെ താളിലേക്ക് കൊണ്ടുവന്നതാണെങ്കിൽ മക്കളെ, ലോകം നിനക്കെതിരെ കല്ലെറിയും. പക്ഷേ അവർ കൊണ്ടുവന്ന കല്ലുകളെ താഴെയിടുവാൻ കഴിവുള്ള ഒരു ഈശോ നിൻ്റെ കൂടെയുണ്ട്. അവൻ്റെ നാമം ദൈവത്തിൻ്റെ നാമമാണ്. അത് അനുഗ്രഹിക്കപ്പെട്ട നാമമാണ്. നിന്നെ മാറ്റി നിർത്തുന്നവനല്ല, പരിഹസിക്കുന്നവരുടെ മുന്നിൽ നിന്നെ ഉയർത്തുന്നവൻ. അതുകൊണ്ടാണ് മക്കളെ, നിന്നെ അപ്രാപ്യമായിട്ടുള്ള പാറമേൽ, മനുഷ്യർക്ക് അസാധ്യമെന്ന് തോന്നുന്ന പാറമേൽ ഉയർത്തി നിർത്താൻ കഴിവുള്ള ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവം മക്കളെ നമ്മളെ തള്ളിക്കളയുകയില്ല. വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം, ദൈവമായ കർത്താവ് നമ്മുടെ കൂടെ നടന്ന് നമ്മെ അനുഗ്രഹിക്കുന്നതിന് മാത്രമാണെന്ന്.